ഹായ് നമസ്കാരം, എൻ്റെ പേര് വിനോദ്. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിന്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിന്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിന്റെ ആറാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സിക്സ്ത് സെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. ഇനി ഈ ഒരു ഭാഗം ഏതാ? മോൾ ഭാഗമല്ലത്, ഇത് വടക്ക്. ഈ ഒരു ഭാഗമോ? അത് റൈറ്റ് സൈഡല്ലേ? റൈറ്റ് സൈഡിന് എന്താ പഠിക്കുക? കിഴക്ക്. അപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്കിലും കിഴക്കിലുമായി കിടക്കുന്ന ഇത്രയും സംസ്ഥാനങ്ങളിൽ എന്ത് വിളിക്കുക? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് വിളിക്കുക. അതാണ് വടക്ക് ഇങ്ങനെ, കിഴക്ക് ഇങ്ങനെ. അതാണ് വടക്കു കിഴക്കൻ സംസ്ഥാനം, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ മാപ്പ് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് വ്യക്തമായി കാണാൻ വേണ്ടി. അപ്പോൾ ക്ലാസ് കേൾക്കുന്നവർ, കാണുന്നവർ കയ്യിലൊരു മാപ്പ് എടുത്ത് വേണം കാണാൻ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇത് പഠിക്കല്ല, മനസ്സിലാക്കലാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. മാപ്പ് കാണാൻ മാത്രം അറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. വടക്ക് കിഴക്ക് കൂട്ടി വിളിച്ചു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് അഥവാ വടക്കു കിഴക്കൻ സംസ്ഥാനം എന്നതിനെ കൂട്ടി വിളിച്ചു. ഇനി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ വരുമെന്ന് നോക്കാം. അതിലൊരെണ്ണമാണ് ഈ കുഞ്ഞ് സംസ്ഥാനം. അതിൻ്റെ പേരെന്താ? സിക്കിം. ഒന്ന് സിക്കിം. അപ്പോൾ ഒരെണ്ണമായില്ലേ? രണ്ട്, ഈ ഒരു നീല സ്റ്റേറ്റ് കണ്ടു, ഈ നീല, അതാണ് രണ്ട്. അതാണ് അസം. അതൊക്കെ അത് ഉള്ളിൽ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയാൽ മതി. മൂന്ന്, ഏറ്റവും റൈറ്റിലോട്ട്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലത് ഭാഗത്തോട്ട് തള്ളി നിൽക്കുന്ന സംസ്ഥാനം. ഏറ്റവും വലതോട്ട് തള്ളി നിൽക്കുക വെച്ചാൽ ഇതൊക്കെ കുറച്ചിങ്ങനെ ഇറങ്ങിയിട്ടല്ലേ, ഇങ്ങോട്ടാണ് വലത്തോട്ട് തള്ളി നിൽക്കുന്നത് വെച്ചാൽ കിഴക്ക്. കിഴക്ക് അറ്റത്തെ സംസ്ഥാനം ഇന്ത്യയിൽ. അതാണ് ഈ ഒരു ജാതി ഓറഞ്ച് പോലത്തെ നിറം. അതാണ് അരുണാചൽ പ്രദേശ്. 3. പിന്നെ ഇതാ ഒരു ഗോൾഡൻ കളർ പോലെ അവിടെ എഴുതിയിട്ടുണ്ട്, അതാണ് 4, നാഗാലാൻഡ്. ഈ റോസ് ഇതോടെ എഴുതിയിട്ടുണ്ട്, മണിപ്പൂർ, MNP എന്നിട്ടാണ്, അതാണ് 5. പിന്നെ ഒരു ഗോൾഡൻ നിറം പോലത്തെ ഒരു കളറ്, അതാണ് 6, മിസോറം. പിന്നെ റോസ് കളറ് ഇതാ, അതാണ് 7, ത്രിപുര. 8, അടുത്ത റോസ് ഇതാ അവിടെ കിടക്കുന്നുണ്ട്, അതാണ് മേഘാലയ. മാപ്പ് നോക്കി വ്യക്തമാക്കി മനസ്സിലാക്കുക. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? 8. 8 കാണാപ്പാടം പഠിക്കണ്ട, മാപ്പിൽ എണ്ണി നോക്കുക ഏതൊക്കെയാ. 1 സിക്കിം, എഴുതിയെന്ന് മനസ്സിലാക്കി വയ്ക്കുക. 2 അരുണാചൽ പ്രദേശ് ആസാം. 3 അരുണാചൽ പ്രദേശ്. 4 നാഗാലാൻഡ്. 5 മണിപ്പൂർ. 6 മിസോറാം. 7 ത്രിപുര. 8 മേഘാലയ. അപ്പോൾ 8 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് എത്രണ്ണം? 8 എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇപ്പം ഇന്ത്യയുടെ ഒരു കൈഭാഗം, കൈ പോലെയാണ് ഈ ഒരു ഭാഗത്തെ കൂട്ടേണ്ടത്. ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പുറത്ത് ബാക്കി ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടാവും അല്ലേ? ഇവിടെ 8 സംസ്ഥാനമാണ്, മൊത്തം 28ആണ്. അപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്ത എത്ര സ്റ്റേറ്റ് ഉണ്ടാവും? മൊത്തം 28 ആണെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനമായി 8 കുറയ്ക്കുക, അപ്പോൾ 20 വിടും. അപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്ത 20 സംസ്ഥാനമുണ്ട്. ആ 20 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് നമ്മൾ എവിടേക്ക് യാത്ര ചെയ്തു? ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബംഗാളിൻ്റെ ഉള്ളിൽ കൂടെ വരണം. ഇതല്ലേ ബംഗാൾ? ഇതാണ് ബംഗാൾ. ബംഗാളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. ആ ബംഗാളിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, 8 സംസ്ഥാനം അവിടെ ഉൾപ്പെടുന്നു, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു അല്ലേ? ഈ 8 സംസ്ഥാനങ്ങളിൽ സിക്കിം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളെ, ഇതാണ് സിക്കിം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്നു. കാരണം ഈ സിക്കിം ഒഴിച്ചുള്ള ബാക്കി 7 സംസ്ഥാനങ്ങളും
ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുന്നു. സിക്കിം മാത്രമേ കുറച്ച് വിട്ട് കിടക്കുന്നുള്ളൂ. അത് നോക്കുമ്പോൾ തന്നെ അറിയാം. അത് ഏതൊക്കെയാണ് 7 സംസ്ഥാനം? ഒന്ന് ഈ നീല അസം, 2 ഈ ഒരു ഓറഞ്ച് അരുണാചൽ പ്രദേശ്, 3 നാഗാലാൻഡ്, 4 മണിപ്പൂർ, 5 മിസോറം, 6 ത്രിപുര, 7 മേഘാലയ. അപ്പോൾ ഈ 7 സംസ്ഥാനങ്ങൾ എന്ത് വിളിക്കുന്നു? സപ്ത സഹോദരിമാർ അഥവാ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൊത്തം 8, സിക്കിം വരും. സപ്ത സഹോദരിമാർ എന്ന് പറയുമ്പോൾ എന്ത് പെടില്ല? സിക്കിം വരില്ല. കാരണം സിക്കിം കുറച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്റ്റേറ്റാണ്, ബാക്കി 7 ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, സപ്ത സഹോദരിമാരിൽ ഉൾപ്പെടാത്ത ഒരേ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായി മാറി? സിക്കിം ആയി മാറി. ഇതൊന്നും കാണാപ്പാടം പഠിക്കണ്ട. കാരണം സപ്ത സഹോദരിമാരെന്ന് പറയാൻ തന്നെ കാരണം ഈ സംസ്ഥാനം എല്ലാം അങ്ങനെ അടുപ്പിച്ച് തൊട്ട് കിടക്കുന്നു. സിക്കിം ഇതിലേക്ക് തൊടുന്നില്ല. അപ്പോൾ സപ്ത സഹോദരിമാർ ഉൾപ്പെടാത്ത ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ. ഏതാ? സിക്കിം ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇനി മനസ്സിലാക്കി വയ്ക്കുക, ഈ സപ്ത സഹോദരിമാർക്ക് പുറത്ത് ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. അവിടെയൊക്കെ ഞാൻ മാപ്പ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുക്കുക. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഛത്തീസ്ഗഡ് എടുക്കുക. ഒരു ഉദാഹരണം ഏതെങ്കിലും എടുത്താൽ മതി. നമ്മളിപ്പോൾ എന്ത് പറയുന്നു? ഛത്തീസ്ഗഡ്. ആ ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു വ്യക്തി സപ്ത സഹോദരിമാരിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് ഒരു യാത്ര ആരംഭിച്ചു. ഒരു വിനോദയാത്രയോ എന്തെങ്കിലും ആരംഭിച്ചു. അത് റോഡ് മാർഗമാണ് യാത്ര, വിമാനമാർഗമല്ല. റോഡ് മാർഗമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ബംഗാളിൻ്റെ ഈ ഒരു ഗ്യാപ്പ് മുറിക്കേണ്ടി വരും. ഈ വിമാനമാർഗമാണെങ്കിൽ മുകളിൽ കൂടെ ഇങ്ങനെയൊക്കെ പോവാം, ഇങ്ങനെയൊക്കെ കയറി വരാം. ഇതിപ്പോൾ റോഡ് മാർഗമാണ്. വിമാനമാർഗമാണെങ്കിൽ കടലിൻ്റെ മുകളിൽ കൂടെ പോവാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. റോഡ് മാർഗമാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് മുറിക്കേണ്ടി വരും. ഈ ഒരു ഗ്യാപ്പ് മുറിക്കാതെ എവിടേക്ക് എത്തില്ല? 7 സിസ്റ്റേഴ്സിലേക്ക് എത്തില്ല. അല്ലേ? ഈ 7 സ്റ്റേറ്റ് ആണല്ലോ സപ്ത സഹോദരിമാർ. ഇത് ബംഗാളാണ്. ഈ സംസ്ഥാനമാണ് ബംഗാളാണ്. ബംഗാളിൻ്റെ ഏറ്റവും ടോപ്പുള്ള സൈഡാണ് ഞാൻ ഡാർക്കാക്കി വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മുറിച്ചാൽ മാത്രമേ എവിടേക്ക് എത്തുള്ളൂ? 7 സിസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഈ ഒരു ഗ്യാപ്പിൻ്റെ പേരാണ് സിലുഗിരി ഇടനാഴി അല്ലെങ്കിൽ സിലുഗിരി കോറിഡോർ എന്ന് വിളിക്കും. അപ്പോൾ യാത്ര റോഡ് മാർഗമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ബംഗാളിൻ്റെ ഭാഗമായ ഈ ഒരു ഗ്യാപ്പ് മുറിച്ച് അദ്ദേഹത്തിന് എവിടെ എത്താൻ കഴിയും? 7 സിസ്റ്റേഴ്സിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? സിലുഗിരി. സിലുഗിരി ക്രോസ് ചെയ്താൽ എന്താ? 7 സിസ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ? സപ്ത സഹോദരിമാരെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി. കടന്നു പോകാൻ പറ്റുമെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഏതാ? കോറിഡോർ വിച്ച് കണക്ട് 7 സിസ്റ്റേഴ്സ് വിത്ത് അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്തായി മാറി? ബംഗാളിൻ്റെ ഭാഗമായ സിലുഗിരി ഇടനാഴി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. കാരണം സിലുഗിരി ഇടനാഴി മുറിച്ച് കിടന്നാൽ മാത്രമേ എവിടേക്ക് എത്താൻ പറ്റുള്ളൂ? സപ്ത സഹോദരിമാരിലേക്ക് എത്താൻ പറ്റൂ. നിങ്ങൾ ആ 7 സിസ്റ്റേഴ്സിലേക്ക് ഒന്ന് വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും തോന്നില്ല. ഞാൻ തൽക്കാലം ഇവിടെ ഒരു കണ്ണ് വരച്ചു, ഇവിടെ ഒരു കൊക്കും വരച്ചു, ഇവിടെ ഒരു കൊക്ക് വരച്ചു. ഇത് ഏകദേശം ഒരു പൂവൻ കോഴിയുടെ തലയുമായി സാദൃശ്യം വരും. കാരണം ഇതാണ് പൂവൻ കോഴിയുടെ പൂവ്. ഈ ഓറഞ്ച് കളറ് പൂവായിട്ട് കണക്കാക്കുക. ഇത് കണ്ണായിട്ട് കണക്കാക്കുക. ഇത് കൊക്ക്. അപ്പോൾ ഇത് സ്വാഭാവികമായി പൂവൻ കോഴിയുടെ തല. ഏകദേശം അങ്ങനെയല്ലേ വരിക. ഇത് പൂവൻ കോഴിയുടെ തലയാവുമ്പോൾ ഈ സിലുഗിരി എന്ന് വരച്ച് വെച്ചിരിക്കുന്ന ഈ ഭാഗമില്ലേ, നേരത്തെ നമ്മൾ വരച്ച ഈ ഭാഗം, അതപ്പോൾ എന്തായിരിക്കും? ഇത് തലയാണെങ്കിൽ സിലുഗിരി എന്താവും? കഴുത്തായി മാറും. അപ്പോൾ സിലുഗിരി ഇടനാഴിയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ചിക്കൻസ് നെക്ക് വാലി എന്ന് വിളിക്കും. ചിക്കൻസ് നെക്ക് വാലി. സിലുഗിരി ഇടനാഴിയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ചിക്കൻസ് നെക്ക് വാലി. കാരണം ഇതൊരു കോഴിത്തലയുമായി സാദൃശ്യമാണ് ഈ സപ്ത സഹോദരിമാരിലെ ഈ സംസ്ഥാനങ്ങൾക്ക്. അപ്പോൾ ഈ ഭാഗം കഴുത്താണ്. അതിനെന്ത് വിളിച്ചു? ചിക്കൻസ് നെക്ക് വാലി എന്ന് വിളിച്ചു. അപ്പോൾ സപ്ത സഹോദരിമാരെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി സിലുഗിരി എന്ന് പറയുന്നതിന് പകരം ചിക്കൻസ് നെക്ക് വാലി എന്ന് പറഞ്ഞാലും അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ ഒരേ ഭാവം, ഒരേ രീതി, ഒരേ ശൈലി, ഒരേ രൂപം, ഒരേ ഉത്തരം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ സിലുഗിരി കോറിഡോർ അഥവാ സിലുഗിരി ഇടനാഴി ചിക്കൻ നെക്ക് വാലി മുറിച്ച് കടന്ന് അദ്ദേഹം എവിടെ എത്തും? സപ്ത സഹോദരിമാരിലെത്തും. അങ്ങനെ അദ്ദേഹം സിലുഗിരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് വാലി മുറിച്ച് കടന്നാൽ സപ്ത സഹോദരിമാരിൽ അദ്ദേഹം ആദ്യം കാൽ വയ്ക്കുന്ന സ്റ്റേറ്റ് ഏതായിരിക്കും? ഇതല്ലേ സിലുഗിരി. ഇത് മുറിച്ച് കടന്നാൽ
സപ്ത സഹോദരിമാരിൽ ആ വ്യക്തി ആദ്യമായി കാൽ വെക്കുന്ന സ്റ്റേറ്റ് ഏതായിരിക്കും? ആസാമായിരിക്കും. ആസാമിൽ കാൽ വയ്ക്കാതെ അദ്ദേഹത്തിന് എവിടേക്ക് പോകാൻ കഴിയില്ല. ബാക്കിയുള്ള 6 സ്റ്റേറ്റിലേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ സപ്ത സഹോദരിമാരുടെ കവാടം ആദ്യമായി കാൽ വയ്ക്കുന്നത് ആസാമാണെങ്കിൽ ഗേറ്റ് വേ ഓഫ് 7 സിസ്റ്റേഴ്സ്, സപ്ത സഹോദരിമാരുടെ കവാടം എന്ന് വിളിക്കുന്ന സ്റ്റേറ്റ് ഏതായി മാറി? ആസാമായി മാറി. കവാടം എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സിമെൻറ്റ് തേച്ച് ഗേറ്റ് വയ്ക്കുക, അതൊന്നല്ല. ഇവിടെ ജോഗ്രഫിക്കലി എന്ന രീതിയിൽ ലോജിക്കായി ചിന്തിക്കുക. സിലുഗിരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് വാലി മുറിച്ച് കടന്നാൽ സപ്ത സഹോദരിമാരെന്ന 7 സംസ്ഥാനം, വടക്ക് കിഴക്കൻ സംസ്ഥാനം എന്ന് പറയുമ്പോൾ സിക്കിമും പെടും. ഇവിടെ സപ്ത സഹോദരിമാരെന്ന് പറയുമ്പോൾ എന്ത് പെടില്ല? സിക്കിം പെടില്ല. സപ്ത സഹോദരിമാരിൽ അവന് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ആദ്യമായി കാൽ വയ്ക്കുന്ന സ്റ്റേറ്റ് ഏതാ? ആസാമാണ്. അപ്പോൾ സപ്ത സഹോദരിമാരുടെ കവാടം എന്ന് വിളിക്കുന്ന സ്റ്റേറ്റ് ഏതായി മാറി? ആസാമായി മാറി അല്ലേ? ആസാമിന് ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്കി നോക്ക്. ആസാം കടക്കുന്ന രീതി ഒരു ടി ആകൃതിയിലാണ് അല്ലേ? നോക്ക്, ടി ആണ്. അപ്പോൾ ചോദിക്കും, ടി ആകൃതിയിലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ഏതായി മാറി? ആസാം. സപ്ത സഹോദരന്മാരുടെ കവാടമാണ് ആസാം. പിന്നെന്താ? ടി ആകൃതിയിൽ കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും ഏതന്നെയാ? ആസാം. ഈ ആസാമിന് വേറെ വല്ല പ്രത്യേകതയുണ്ടോ? സപ്ത സഹോദരിമാരിൽ അസാമിന് മാത്രമുള്ളൊരു പ്രത്യേകത. അതെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ അസം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഞാൻ കുറച്ച് ഡാർക്കായിട്ട് മാർക്ക് ചെയ്യാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ ജോഗ്രഫി, ഇന്ത്യൻ ഫാക്റ്റ്, ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണാപ്പാടമാക്കിയിട്ടൊരു കാര്യമില്ല. ഞങ്ങളത് മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ക്ഷമിച്ച് വീഡിയോ ഇരുന്ന് കാണുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഫലം ചെയ്യും. ഇതാണ് അസം. അപ്പോൾ അസമിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. സപ്ത സഹോദരിമാരിലാകെ 7 സംസ്ഥാനം, അതിൽ ഒരെണ്ണം അസം. അസമിനെ നോക്കുകയാണെങ്കിൽ അസമിന് അരുണാചൽ പ്രദേശുമായിട്ട് അതിർത്തിയുണ്ട് ഇല്ലേ? നോക്ക്. അസമിൽ തൊട്ട് കിടക്കുന്നുണ്ടോ നോക്കിയാൽ മതി. നാഗാലാൻഡുമായിട്ട് അതിർത്തിയുണ്ട് ഇല്ലേ? അസമിൽ മണിപ്പൂരുമായിട്ട് അതിർത്തിയുണ്ട്. മണിപ്പൂർ അസമിൽ തൊട്ട് കിടക്കുന്നുണ്ടോ നോക്കിയാൽ മതി. അസമിന് മിസോറാമായിട്ട് അതിർത്തിയുണ്ട്. അസമിന് ത്രിപുരയായിട്ട് അതിർത്തിയുണ്ട്. അസമിന് മേഘാലയയായിട്ട് അതിർത്തിയുണ്ട്. എന്ന് വെച്ചാൽ സപ്ത സഹോദരിമാരിലെ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും എന്തിന് അതിർത്തിയുണ്ട്? അസമിന് അതിർത്തിയുണ്ട്. അത് ഈ മാപ്പിൽ നിന്ന് വ്യക്തമാണ്. അസമിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്കും പോകാൻ പറ്റും. അപ്പോൾ സപ്ത സഹോദരിമാരിലെ എല്ലാ സംസ്ഥാനങ്ങളുമായും അതിർത്തിയുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഏത്? അസം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. സപ്ത സഹോദരിമാരിലെ എല്ലാ സംസ്ഥാനങ്ങളുമായും അതിർത്തിയുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഏത്? അസം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ സപ്ത സഹോദരിമാരിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലത്തേ അറ്റത്തെ സ്റ്റേറ്റ് ഏതാ? അരുണാചൽ പ്രദേശ്. വലത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും റൈറ്റ് സൈഡ്, അത് ജോഗ്രഫിക്കലി പറയുമ്പോൾ കിഴക്ക്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്ക് ഇതല്ലേ, ഈ ഒരു ഭാഗമല്ലേ ഏറ്റവും വലത് ഭാഗത്തോട്ട് തള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഏത് സ്റ്റേറ്റിൻ്റെയാ? അരുണാചൽ പ്രദേശിൻ്റെ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്ന സ്ഥലവും എവിടെ വരും? അരുണാചൽ പ്രദേശിൽ വരും. എന്താ ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് വെച്ചാൽ അർത്ഥം? കിഴക്കേ അറ്റം എന്ന് വെച്ചാൽ പാസ്പോർട്ട് ഇല്ലാതെ ഒരു ഇന്ത്യൻ പൗരൻ കിഴക്കോട്ട് ഇന്ത്യക്കുള്ളിലൂടെ യാത്ര ചെയ്യുന്നു. പാസ്പോർട്ട് ഇല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഏതുവരെ അവസാനം എത്താൻ സാധിക്കുമോ ആ ലാസ്റ്റ് പോയിന്റ് ആണെന്ത്? ഇന്ത്യയുടെ കിഴക്കേ അറ്റം. അത് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങളെല്ലാം അവസാനിച്ചു. പിന്നെ അടുത്ത കൺട്രിയിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അടുത്ത കൺട്രി ഏതാ? മ്യാൻമറാണ്. മ്യാൻമർ ഇത് ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. മ്യാൻമറിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? പാസ്പോർട്ട് വേണം. അപ്പോൾ ആ ഒരു ലാസ്റ്റ് റൈറ്റ് സൈഡിലെ അറ്റം, വലത് ഭാഗത്തെ അറ്റം, അതുവരെ അദ്ദേഹത്തിന് പാസ്പോർട്ട് ഇല്ലാതെ, ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാതെ യാത്ര ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടുത്ത കൺട്രിയിലേക്ക് കടക്കണമെങ്കിൽ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റം എന്ന സ്ഥലം എവിടെ വരും? അരുണാചൽ പ്രദേശിൻ്റെ ഏറ്റവും അറ്റമായിരിക്കും. അത് ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് അഞ്ച്വ ജില്ല. ഒരു ജില്ലയാണിത്, അഞ്ച്വ ജില്ലയിലെ ആ സ്ഥലത്തിൻ്റെ പേരാണ് കിബിത്തു. അഞ്ച്വ എന്നൊന്നും ഓപ്ഷനിൽ വരില്ല, കിബിത്തു എന്നാണ് വരിക. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാതെ ഒരു ഇന്ത്യൻ പൗരൻ കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാക്സിമം ഏതുവരെ എത്താം?
അഞ്ച്വ ജില്ലയിലെ കിബിത്തു വരെ എത്താം. ഇതാണ് കിബിത്തു. കിബിത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൺട്രിയാണ്. അവിടേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? പാസ്പോർട്ട് വേണം. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റം കിബിത്തു. കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണെങ്കിൽ കിഴക്കേ അറ്റം എവിടെ വരും? അരുണാചൽ പ്രദേശിൽ തന്നെ വരും. ആ സ്ഥലത്തിൻ്റെ പേരാണ് കിബിത്തു. ജില്ല ഏതാ? അഞ്ച്വ എന്നും മനസ്സിലാക്കി വയ്ക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൊത്തം 8 എണ്ണം പെട്ടു. നമ്മളിപ്പോൾ പറയുന്ന 7 എണ്ണം വന്നു. പിന്നെ അതിൽ നിന്നും വിട്ട് കിടക്കുന്ന സിക്കിമും പെട്ടു. 7ഉം 1ഉം എത്ര എണ്ണം വന്നു? 8. അതിൽ സപ്ത സഹോദരിമാരിൽ 7, സിക്കിം പെട്ടില്ല. സപ്ത സഹോദരിമാരിൽ ഉൾപ്പെടാത്ത ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? സിക്കിം എന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ സിക്കിമിൻ്റെ ഗോവ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് സിക്കിം. അത് കാണുമ്പോൾ തന്നെ അറിയാം. ഗോവ ഏറ്റവും കുഞ്ഞിതാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും ചെറുതാണ് ഏത്? സിക്കിം. ചോദിക്കും ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റടിക്കുക പറയാം, ഏതാ? സിക്കിം. പിന്നെ വരുന്ന മൂന്നാമത്തെ ചെറുത് ഏതാ? ത്രിപുര. ആ വലിപ്പം നോക്കിയാൽ മതി. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എന്ത് മാപ്പ് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറുത് ഗോവ, അത് നിങ്ങൾക്ക് ചെറുപ്പകാലം മുതൽ അറിയാം. പിന്നെ ചെറുത് മനക്കണക്കിൽ നോക്ക്, ആ വലിപ്പം നോക്ക്, ആകെ അത്ര വലിപ്പമേ ഉള്ളൂ. ഏതാ? സിക്കിം. പിന്നെ ചെറുത് ഏതാ? അടുത്ത ചെറുത് ഏതാ? ത്രിപുര. മൂന്നാമത്തെ ചെറുത് ഏതാ? അത് മാപ്പ് നോക്കാൻ പഠിക്കുകയാണെങ്കിൽ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുക. ത്രിപുര. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ 7 സംസ്ഥാനങ്ങളിൽ, അതായത് സപ്ത സഹോദരിമാർ എന്ന് പറയുന്ന ഈ 7 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? ഏറ്റവും വലുതായിട്ട് കാണുന്നത് ഏതോ അതന്നെ വലിയ സംസ്ഥാനം. നിങ്ങൾക്ക് വലുതാ ഇതിലിപ്പോൾ സാധ്യത ഒന്നില്ലെങ്കിൽ അരുണാചൽ പ്രദേശ്, അല്ലെങ്കിൽ ഏതാ? അസം. അത് നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും വലുത് ഏതാ? അരുണാചൽ പ്രദേശ് തന്നെയാണെന്ന് മാപ്പിൽ നിന്നും വ്യക്തമായിട്ട് കിട്ടും. അരുണെന്ന് വെച്ചാൽ എന്താ? ചുവപ്പ്. അചലെന്ന് വെച്ചാൽ എന്താ? മല. അരുണ അചലം എന്ന് വെച്ചാൽ ചുവന്ന മലകളുടെ നാട് എന്ന് പറയുന്ന സംസ്ഥാനമാണേത്? അരുണാചൽ പ്രദേശ്. എന്ന് വെച്ചാൽ സപ്ത സഹോദരിമാരിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റടിക്കുക പറയാം, ഏതാ? അരുണാചൽ പ്രദേശ് എന്ന് പറയാം. സപ്ത സഹോദരിമാരിൽ വെച്ച് ചെറിയ സംസ്ഥാനം. അപ്പോൾ സിക്കിം കൂട്ടില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ചെറിയ സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്ത് പെടും? സിക്കിം പെടും. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇവിടത്തെ 7 വരും, പിന്നെ സിക്കിം അടക്കം 8 എണ്ണം വരും. സപ്ത സഹോദരിമാരിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്ന് പറയുമ്പോൾ സിക്കിം വേർപെട്ട് കിടക്കുന്ന സ്റ്റേറ്റാണ്. കാരണം അതിനോട് ചേർന്നല്ല കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന 7 സ്റ്റേറ്റുകളിൽ ഏറ്റവും ചെറുത് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പറയാം അരുണാചലും ആസാമൊക്കെ വലിയ വലിയ സ്റ്റേറ്റാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും ചെറുതായി കാണുന്ന ഏതാ? ത്രിപുര. അപ്പോൾ സപ്ത സഹോദരിമാരിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ത്രിപുര. ഏറ്റവും വലിയ അത് മാപ്പ് നോക്കുക. വലുതായി കാണുന്നത് വലുത് അരുണാചൽ പ്രദേശ്, ചെറുതായി കാണുന്നത് ഏതാ? ചെറുത്. ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വലിയ സംസ്ഥാനം. വടക്കുകിഴക്കൻ സംസ്ഥാനം എന്ന് പറയുമ്പോൾ സിക്കിം അടക്കം വരും. ഏതാ? 8 സ്റ്റേറ്റ് വരും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാ? സിക്കിം. ഞാൻ നേരത്തെ പറഞ്ഞത് ഗോവ കഴിഞ്ഞാൽ പിന്നെ ചെറിയ സംസ്ഥാനം ഏതാ? സിക്കിമാണ്. ആ സിക്കിം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെടുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് സ്മാളസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഏതാ? സിക്കിം. സപ്ത സഹോദരിമാരിലെ ചെറുതെന്ന് പറയുമ്പോൾ എന്ത് കൂട്ടില്ല? സിക്കിം കൂട്ടില്ല. കാരണം സിക്കിം വേർപെട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ 7 എണ്ണത്തിൽ, ഈ പറയുന്ന 7 എണ്ണത്തിൽ ഏറ്റവും ചെറുത് അതാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെറുത് ത്രിപുര. വലുത് ഏതാ? അരുണാചൽ പ്രദേശ് എന്നും മനസ്സിലാക്കി വയ്ക്കുക. സപ്ത സഹോദരിമാരിലെ എല്ലാ സംസ്ഥാനങ്ങളുമായും അതിർത്തിയുള്ള ഒരേ ഒരു സംസ്ഥാനം ഏതാ? ആസാമാണെന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം കാണുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഒരു തവണയും കൂടി വീഡിയോ സമയം കിട്ടുമ്പോൾ തുടക്കം മുതൽ കണ്ട് ലെക്ചർ നോട്ട് എഴുതി വയ്ക്കുക. ഇതിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് തീരുന്നില്ല. കാരണം ഇതൊക്കെ വലിയ വലിയ ടോപ്പിക്കാണ്. 1, 2, 3 മണിക്കൂർ എടുത്താലും തീരാത്ത ഒരു ടോപ്പിക്കാണ്. 2-3 മണിക്കൂറൊക്കെ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഒന്നാമത്തെ കാര്യം. അഥവാ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയാൽ തന്നെ 3 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയി കണ്ടാൽ മാത്രമേ അതിന് എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പലവരും പല രീതിയിലായ കാരണം, പല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന ശൈലിയിൽ പലവർക്കും പല അഭിപ്രായമായിരിക്കും, പല രീതിയായിരിക്കും. ചിലവർക്ക് ഒരു തവണ കൊണ്ട് കിട്ടും, ചിലവർക്ക് അത് 3-4 തവണ ബാക്ക് ബോർഡും ഫോർവേഡും കളിച്ച് കാണേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടായത് കാരണം കുറച്ച് പഠിച്ചു പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വിലയേറിയ സമയം ഉപയോഗിച്ച് ഈ വീഡിയോ നിങ്ങൾ ഉപയോഗിച്ച് പഠിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.